ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഓരോ പാഠഭാഗത്തു നിന്നും വരാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ഓരോ ചോദ്യം പരിചയപ്പെടുത്തുന്ന ചെറിയ ചെറിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ആ ഒരു ചോദ്യത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് നേരം കൊണ്ട് ഈ വീഡിയോ കാണുമ്പോഴേക്കും ഈ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ മനസ്സിനകത്ത് എന്ത് ചെയ്യണം? സെറ്റായിരിക്കണം. ഓക്കെ, നോക്കിക്കേ. ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലാന്ന് വെച്ചാൽ ഓരോ വിളിയും കാത്ത്. അച്ഛനെ കുറിച്ചുള്ള സമ്പന്നമായ ഓർമ്മകളാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയെ ആസ്വാദ്യമാക്കുന്നത്. ഓർമ്മകളിലൂടെ തെളിയുന്ന അച്ഛനെ കുറിച്ച് നിരൂപണം തയ്യാറാക്കുക എന്നുള്ളത് 6 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഓർമ്മകളിലൂടെ തെളിയുന്ന അച്ഛനെ കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? നോക്കിക്കേ. UK കുമാരന്റെ അതിമനോഹരമായ ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അതിസൂക്ഷ്മമായ പ്രണയഭാവത്തെയാണ് എഴുത്തുകാരൻ ഈ കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയ ഒരു അമ്മയുടെ ഹൃദയ ഭാരമാണ് കഥയിലെ പ്രമേയം. കഥയിലെ ഒരു ശക്തമായ കഥാപാത്രമാണ് അമ്മ. ഭർത്താവിനോട് ജീവിതത്തിലും ഭർത്താവിന്റെ മരണശേഷവും നീതി പുലർത്തുവാൻ ആഗ്രഹിച്ച് ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ച ഒരു സ്നേഹനിധിയാണ് ആ ഭാര്യ. ഭർത്താവ് മുൻശുണ്ടിക്കാരനാണെങ്കിലും എല്ലാ സമയത്തും ഭർത്താവിന്റെ ഇഷ്ടത്തിനായി അവർ ജീവിക്കുന്നു. എവിടെ പോയാലും ഭർത്താവ് അവരെ നീട്ടി വിളിക്കും. വിളിച്ചാൽ ഉടൻ അവിടെ എത്തണം, അല്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം കൂടും. അതുകൊണ്ട് അയാൾ വിളിച്ചില്ലെങ്കിൽ പോലും അമ്മ എപ്പോഴും അയാളുടെ നിഴൽ പോലെ സഞ്ചരിക്കുക പതിവാക്കുന്നു. ഭർത്താവ് മരിച്ചതായി അവർക്ക് തോന്നുന്നതേയില്ല. മകൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുമ്പോഴും അമ്മ അതിന് വഴങ്ങുന്നില്ല. ഒടുവിൽ സമ്മതിക്കുമ്പോഴും അത് അമ്മയുടെ മനസമ്മതത്താലായിരുന്നില്ല. ഒടുവിൽ മകൻ പോകാനായി വന്ന് വിളിക്കുമ്പോൾ അമ്മ ആ സത്യം തുറന്നു പറയുന്നു. ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലാന്ന് വെച്ചാൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് അവർ. എപ്പോഴും കൂടെ നടന്ന് വിളി കേട്ട അവർക്ക് ഭർത്താവിന്റെ മരണശേഷവും ആ വിളിക്കായി ആഗ്രഹം ഉണ്ടാവുന്നു. ഭർത്താവിനെ സ്നേഹിച്ചും പരിചരിച്ചും മതി വരാത്തവരാണവർ. 2 അർത്ഥത്തിലാണ് അവർ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അച്ഛന്റെ വിളി ഒരുപക്ഷെ മരണത്തിലേക്കായിരിക്കും. അതായത് അച്ഛൻ മരിച്ചിടത്ത് തന്നെ തനിക്ക് മരിക്കണം എന്ന ആഗ്രഹമായിരിക്കാം ആ അമ്മ പറയാതെ പറയുന്നത്. ചുരുക്കത്തിൽ ആസ്വാദകരുടെ മനസ്സിനെ കീഴടക്കി എക്കാലത്തും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദുഃഖ ഛവിയാണ് അമ്മ എന്ന കഥാപാത്രം. ഓക്കെ മക്കളെ, സെറ്റാണോ? ഉത്തരം ഒന്നുകൂടി നോക്കുക. UK കുമാരന്റെ അതിമനോഹരമായ ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത്. ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ അതിസൂക്ഷ്മമായ പ്രണയഭാവത്തെയാണ് എഴുത്തുകാരൻ ഈ കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയ ഒരു അമ്മയുടെ ഹൃദയഭാരമാണ് കഥയിലെ പ്രമേയം. കഥയിലെ ഒരു ശക്തമായ കഥാപാത്രമാണ് അമ്മ. ഭർത്താവിനോട് ജീവിതത്തിലും ഭർത്താവിന്റെ മരണശേഷവും നീതി പുലർത്തുവാൻ ആഗ്രഹിച്ച് ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ച ഒരു സ്നേഹനിധിയാണ് അവർ. ഭർത്താവ് മുൻശുണ്ടിക്കാരനാണെങ്കിലും എല്ലാ സമയത്തും ഭർത്താവിന്റെ ഇഷ്ടത്തിനായി അവർ ജീവിക്കുന്നു. എവിടെ പോയാലും ഭർത്താവ് അവരെ നീട്ടി വിളിക്കും. വിളിച്ചാൽ ഉടൻ അവിടെ എത്തണം, അല്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം കൂടും. അതുകൊണ്ട് അയാൾ വിളിച്ചില്ലെങ്കിൽ പോലും അമ്മ എപ്പോഴും അയാളുടെ നിഴൽ പോലെ സഞ്ചരിക്കുക പതിവാക്കുന്നു. ഭർത്താവ് മരിച്ചതായി അവർക്ക് തോന്നുന്നതേയില്ല. മകൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുമ്പോഴും അമ്മ അതിന് വഴങ്ങുന്നില്ല. ഒടുവിൽ സമ്മതിക്കുമ്പോഴും അത് അമ്മയുടെ മനസമ്മതത്താൽ ആയിരുന്നില്ല. ഒടുവിൽ മകൻ പോകാനായി വന്ന് വിളിക്കുമ്പോൾ അമ്മ ആ സത്യം തുറന്നു പറയുന്നു. ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലാന്ന് വെച്ചാൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് അവർ. എപ്പോഴും കൂടെ നടന്ന് വിളി കേട്ട അവർക്ക് ഭർത്താവിന്റെ മരണശേഷവും ആ വിളിക്കായി ആഗ്രഹമുണ്ടാവുന്നു. ഭർത്താവിനെ സ്നേഹിച്ചും പരിചരിച്ചും മതി വരാത്തവരാണവർ. 2 അർത്ഥത്തിലാണ് അവർ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അച്ഛന്റെ വിളി ഒരുപക്ഷെ മരണത്തിലേക്കായിരിക്കും. അതായത് അച്ഛൻ മരിച്ചിടത്ത് തന്നെ തനിക്ക് മരിക്കണം എന്ന ആഗ്രഹമായിരിക്കാം ആ അമ്മ പറയാതെ പറയുന്നത്. ചുരുക്കത്തിൽ ആസ്വാദകരുടെ മനസ്സിനെ കീഴടക്കി എക്കാലത്തും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദുഃഖ ഛവിയാണ് അമ്മ എന്ന കഥാപാത്രം. ഓക്കെ മക്കളെ, കൃത്യമായിട്ട് 2 തവണ കേൾക്കുക. ഈ ഉത്തരം സെറ്റാക്കി വെച്ചോളുക. 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എഴുതിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.